നമ്മൾ അങ്ങോട്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും ഇങ്ങോട്ട് ഒരു സ്നേഹവും കാണിക്കാത്ത ആളുകൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ടാകും. കുടുംബത്തിൽ, ബന്ധത്തിൽ, അയൽവാസികളിൽ, കൂട്ടുകാരിൽ ഒക്കെ ഉണ്ടാകും. നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് ആത്മാർത്ഥമായി നല്ല സ്നേഹമുണ്ടാകും, അവരോട് നല്ല കരുതൽ നമുക്കുണ്ടാകും. പക്ഷേ ഇങ്ങോട്ട് ഒരു പരിഗണനയും ലഭിക്കാതെ നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ 1% പോലും തിരിച്ചു സ്നേഹിക്കാത്ത ഭാര്യ, ഭർത്താവ്, മക്കൾ, ഉമ്മ, ഉപ്പ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മാനസികമായി വല്ലാത്ത തളർച്ച, വല്ലാത്ത പ്രയാസം അനുഭവപ്പെടും. ഇൻഷാ അല്ലാഹ് ഈ പ്രയാസത്തിൽ നിന്ന് സമാധാനം ലഭിക്കുവാൻ മഹബ്ബത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മാധുര്യം എന്നറിയപ്പെടുന്ന ഒരു ദുആയുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ദുആ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അയാൾ നമ്മളോട് ആ സ്നേഹം കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മാനസികമായി നമുക്ക് നല്ല വിഷമമുണ്ടാകും, പ്രയാസമുണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയുന്നത് ആ ഒരവസ്ഥയെ പറ്റിയാണ്. അതിന് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്തിൽ ചൊല്ലേണ്ട ദിക്ർ, ദുആനെ പറ്റിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മോട് പിണങ്ങി നിൽക്കുന്ന സമയം, പ്രിയപ്പെട്ട ഭർത്താവ് പിണങ്ങിയാൽ മാനസികമായി നമ്മൾ വല്ലാതെ തളർന്നു പോകും. മക്കൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, അതുപോലെ മാതാപിതാക്കൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, അല്ലേ, വർഷങ്ങളോളമായി മക്കൾ ഉമ്മയോട് അല്ലെങ്കിൽ ഉപ്പയോട് സംസാരിച്ചിട്ട് മിണ്ടിയിട്ട് അങ്ങനത്തെ കുടുംബങ്ങളെ എനിക്കറിയാം. ആ ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ് നമ്മളോട് പിണങ്ങി നിൽക്കുമ്പോൾ മാനസികമായി ഓരോ രാത്രിയും ഓരോ പകലുകളും നമ്മൾ കരഞ്ഞുകൂട്ടുന്നത്, കണ്ണിൽ നിന്ന് കണ്ണീര് മാറി കണ്ണീർ ചോരകളായി മാറുന്നത് വല്ലാത്ത വിഷമമായിരിക്കും. നമ്മൾ ശാരീരികമായി വല്ലാതെ തളരും, ആരോഗ്യപരമായി തളരും, നമ്മളെ നിത്യരോഗികളായി തീർക്കും. മാനസിക നില വരെ തെറ്റിപ്പോവാൻ ഇത്തരം വിരഹ ദുഃഖങ്ങൾ കാരണമാകും. ഭാര്യ, മക്കളൊക്കെ തെറ്റി നിൽക്കുമ്പോൾ, മിണ്ടാതിരിക്കുമ്പോൾ ഇത്തരം വിരഹ ദുഃഖങ്ങൾ മാനസികമായി മനോനില തെറ്റാൻ തന്നെ അതിന് കാരണമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇത്തരം സ്വഭാവമുള്ളവർ ഉണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരോട് തിരിച്ച് സ്നേഹം കാണിക്കണം. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ, മഹബ്ബത്ത്, സ്നേഹം എന്ന് പറഞ്ഞാൽ തന്നെ അത് ദൈവികമാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്നേഹം എന്നുള്ളത് അത് വല്ലാത്തൊരു കാര്യമാണ്. നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനോട് നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരുഭൂമിയിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ആ പോകുന്ന ആളെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. മുത്തുനബി ചോദിച്ചു, നീ ആ വിഷയം അയാളോട് പറഞ്ഞിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഫൽയുഖ്ബിറുഹു, എന്നാൽ നീ അവനോട് പറ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം പങ്കുവെക്കുന്നവർക്ക്, സ്നേഹിതന്മാർക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്താണ് സ്ഥാനം? അവർക്ക് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കുമൊന്നും ലഭിക്കാത്ത വലിയ മനോഹരമായ സ്ഥാനം അവർക്ക് ലഭിക്കുമെന്നാണ്. ആ സ്ഥാനത്തിനെ പറ്റി പറയുന്നു, അവർക്ക് നാളെ പരലോകത്ത് വെച്ച് ഒരു മിമ്പർ തയ്യാറാക്കി കൊടുക്കും. ആ മിമ്പറിൽ അവരെ കയറ്റി നിർത്തി ആദരിക്കും. വജൂഹുഹും നൂർ ലിബാസുഹും നൂർ, അവരുടെ മുഖവും അവരുടെ വസ്ത്രവും പ്രകാശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസു അൽ അംബിയാ വല ശുഹദാ, അവർ അംബിയാക്കളോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായ ആളുകളോ ഒന്നുമല്ല. അവർ ആരാണെന്നറിയുമോ? പരസ്പരം സ്നേഹിച്ചവരാണ്, പരസ്പരം സ്നേഹിച്ച് ജീവിച്ച സഹോദരന്മാരാണ്, കൂട്ടുകാരാണ്, ഭാര്യമാരാണ്, ഭർത്താക്കന്മാരാണ്. അവരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സ്നേഹം എന്നുള്ളത് വലിയ കാര്യമാണ്. അങ്ങനെ സ്നേഹത്തോടുകൂടെ ജീവിച്ചു കഴിഞ്ഞാൽ, മക്കളോട് സ്നേഹത്തോടുകൂടെ, ഭർത്താക്കന്മാരോട്, ഭാര്യയോട്, ഉമ്മയോട്, ഉപ്പയോട്, അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, കൂട്ടുകാരോട്, അയൽവാസികളോട്, ബന്ധുക്കളോട്, എല്ലാവരോടും സ്നേഹത്തോടുകൂടെ വർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതി വച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്നേഹത്തിനെ മുറിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, നമ്മൾ അങ്ങോട്ട് ആത്മാർത്ഥമായ ഒരാളെ സ്നേഹിക്കുന്നു, നമ്മുടെ കൂട്ടുകാരനെ, നമ്മുടെ ഭാര്യയെ,
മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, തിരിച്ച് സ്നേഹം ലഭിക്കുന്നില്ല. നമ്മുടെ സ്നേഹം സത്യമാണ്, പക്ഷേ തിരിച്ച് നമുക്ക് സ്നേഹം ലഭിക്കുന്നില്ല. അവർ നമ്മളോട് വെറുപ്പ് കാണിക്കുന്നു, അകൽച്ച കാണിക്കുന്നു, അവർ നമ്മെ അവോയ്ഡ് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഈ ദുആയിനെ നിങ്ങൾ കൊണ്ടുവരണം. ഇത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച ദുആയാണ്. ഈ ദുആയുടെ പ്രത്യേകത, ഈ ദുആ എന്ന് പറഞ്ഞാൽ ഖൽബിൽ മഹബ്ബത്തിട്ട് കൊടുക്കുന്ന, ഖൽബിൽ സ്നേഹമിട്ട് കൊടുക്കുന്ന, ഖൽബിൽ സ്നേഹത്തിൻ്റെ ഹലാവത്തിട്ട് കൊടുക്കുന്ന, സ്നേഹത്തിൻ്റെ മധുരമിട്ട് കൊടുക്കുന്ന ദുആയാണെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ ദുആ നിങ്ങൾ ചൊല്ലുക. ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഈ സ്നേഹത്തിൻ്റെ മധുരം എന്നറിയപ്പെടുന്ന ദുആ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമ്മളിൽ നിന്നും ആരെങ്കിലും അകന്നു നിൽക്കുന്നുവെങ്കിൽ, നമ്മളെ ആരെങ്കിലും അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്നേഹത്തിന് ആരെങ്കിലും കണ്ടില്ല എന്ന് നടിക്കുന്നുവെങ്കിൽ, അല്ലേ, പല സഹോദരിമാരും പല പെങ്ങന്മാരും ഈ വിഷയത്തിൽ വലിയ ദുഃഖം അനുഭവിക്കുന്നവരാണ്. ഭർത്താക്കന്മാർ മിണ്ടുന്നില്ല, അവർ വന്നിട്ട് നമ്മോട് സംസാരിക്കുന്നില്ല, അവർക്ക് മറ്റുള്ള പല കാര്യങ്ങളോടുമാണ് താല്പര്യം. ഇത്തരം പരാതികൾ ധാരാളം നമ്മൾ കേൾക്കാറുണ്ട്. ഭർത്താക്കന്മാരിൽ നിന്ന് കേൾക്കാറുണ്ട് ഭാര്യമാർ അവോയ്ഡ് ചെയ്യുന്നതിനെ പറ്റി. മാതാപിതാക്കളിൽ നിന്ന് കേൾക്കുന്നു, മക്കളിൽ നിന്ന് കേൾക്കുന്നു, അതുപോലെ തന്നെ കൂട്ടുകാരികൾ, എല്ലാ ഭാഗത്തു നിന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ദുആ നിങ്ങൾ ചൊല്ലിക്കോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സ്നേഹബന്ധങ്ങൾ അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. സ്നേഹം എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. ദുആ ഇങ്ങനെയാണ്, എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. നിസ്കാരങ്ങൾക്ക് ശേഷവും രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചൊക്കെ ഇരുന്നിട്ട് ഈ ദുആ ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹൈബത്തി അളമതിക وبسطوة جلالك أن تجعل محبتي في قلبي وألقي المودة والمحبة في قلبي وعطفه علي بفضلك يا كريم. ഈ ദിക്ർ ഒന്നുകൂടെ ചൊല്ലിത്തരാം. اللهم إني أسألك بهيبة عظمتك وبصفوة جلالك أن تجعل محبتي في قلب وألقي المودة والمحبة في قلبه وعطفه علي بفضلك يا كريم. ഈ ദിക്റിനെ നിങ്ങൾ ചൊല്ലുക, ഈ ദുആയിനെ നിങ്ങൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും അകന്നു നിൽക്കുന്ന ആളുകൾ, നമ്മളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആളുകൾ, നമ്മളെ പരിഗണിക്കാത്ത, നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ആളുകൾ, അവരുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തിനെ, മവദ്ദത്തിനെ ഇട്ടുകൊടുക്കും. മവദ്ദത്തൻ വറഹ്മ, കാരുണ്യത്തിനെയും സ്നേഹത്തിനെയും അവരുടെ ഖൽബിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കും. അവർക്ക് നല്ല മനസ്സ് അല്ലാഹു കൊടുക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.